അമ്പലപ്പുഴയുടെ കാര്യത്തിൽ മുന്നണിയുടെ തീരുമാനമില്ല. കോൺഗ്രസ് ഏകപക്ഷീയമായ തീരുമാനം പ്രഖ്യാപിച്ചു. അതിൽ നമുക്ക് വിഷമമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ചർച്ചയിലായിരുന്നു. ഞങ്ങൾക്ക് നേരത്തെ ലഭിച്ചിരുന്ന സീറ്റാണ് അമ്പലപ്പുഴ. അത് മത്സരിച്ച് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പണ്ട് മത്സരിച്ച് പരാജയപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം പുനപ്ര വന്നു. അത് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്ന് ഞങ്ങൾ ധാരണയോടുകൂടി പിന്മാറി. ഇപ്രാവശ്യം ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അമ്പലപ്പുഴ മത്സരിക്കാൻ വേണ്ടി. ഏകദേശം 160ഓളം സീറ്റ് ദക്ഷിണ കേരളത്തിലുണ്ടായിട്ട് 2 സീറ്റ് എറണാകുളത്ത് വെച്ച് ബാക്കി എവിടെയും നൽകിയിട്ടില്ല. പാർട്ടി അണികളുടെ ഇടയിൽ വലിയ ശക്തമായ ഒരു വികാരവും ഒരു പ്രതിഷേധവും ഉണ്ട് അതിനകത്ത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ ജില്ലാതലത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പല സ്ഥലങ്ങളിലും ധാരണയോട് തന്നെ പോകുന്നു. ഇപ്രാവശ്യം ആലപ്പുഴ, കായംകുളം പോലുള്ള പ്രദേശങ്ങളിൽ ശക്തമായി മുന്നണി ശക്തമായ നിലയിൽ തന്നെയാണ് ധാരണയിൽ പോയിട്ടുള്ളത്. ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങൾ ബാക്കി നിൽക്കും. അത് പാർട്ടിയുടെയും UDFിൻ്റെയും നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞ് പരിഹരിക്കുമെന്നാണ് പ്രത്യാശിക്കുന്നത്. ഇതിപ്പോൾ ഈ അമ്പലപ്പുഴയിൽ കോൺഗ്രസിൽ തന്നെ പല സ്ഥാനാർത്ഥികൾ അവകാശവാദം ഉന്നയിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ലീഗ് കൂടി അതിൽ അവകാശം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇരട്ട പ്രഹരമല്ലേ? അതല്ല, ഇതിനകത്തുള്ള പ്രശ്നം ഒരു മുന്നണി സംവിധാനത്തിൽ കൂടിയാലോചനകൾ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ കൂടിയാലോചന നടന്നിട്ടില്ല. പലപ്പോഴും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ചർച്ച ചെയ്തിട്ടില്ല. അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മുന്നണിയെ ഭദ്രമായി കൊണ്ടുപോകാനുള്ള പ്രഥമ ചുമതല കോൺഗ്രസിനാണ്. അതുപോലെ തന്നെ ചുമതല മുസ്ലിം ലീഗിനുമുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം അതിനകത്ത് ഇടപെട്ട് ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രത്യാശിക്കുന്നത്. ഈ സീറ്റ് നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നോമിനേഷൻ കൊടുക്കുന്നത്, അല്ലാതെ ഒറ്റക്ക് മത്സരിക്കാനുള്ള ചിന്തയിലല്ല. ഈ പ്രാദേശിക വികാരത്തിന്റെ പുറത്താണോ അതല്ല സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണോ ഒറ്റയ്ക്ക് ഇങ്ങനെ? സംസ്ഥാന നേതൃത്വം നമ്മൾ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രയാസം അറിയിച്ചിട്ടുണ്ട്. ഈ നിലവിലൂടെ KC വേണുഗോപാൽ, അതുപോലെ രമേശ് ചെന്നിത്തല കോൺഗ്രസിന് കൂടുതൽ നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അനുനയ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ? അവരൊക്കെ വളരെ കഠിനമായ പരിശ്രമം അനുനയിപ്പിക്കാൻ വേണ്ടി പല മേഖലകളും നടത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആകപ്പാടൊരു ഞെട്ടലോടുകൂടിയൊക്കെ ഇട്ടത്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വിഷയത്തിൽ തീരുമാനം ഏകപക്ഷീയമായിട്ട് എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രയാസം ചെറുതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നത്. UDF അത് വകവെച്ച് തരുമെന്നാണ് നമ്മുടെ വിശ്വാസം. സംസ്ഥാന കമ്മിറ്റിയെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മളെ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിൽക്കാനുള്ള തീരുമാനം ആയിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ അമ്പലപ്പുഴ അല്ലായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ലീഗിനുണ്ടായിരുന്നു? അമ്പലപ്പുഴയാണ് താരതമ്യേന മുസ്ലിം ലീഗിൽ വിജയിക്കാനുള്ള സാധ്യത. മത്സരിക്കുക എന്നുള്ള ലക്ഷ്യമല്ല, മത്സരിച്ച് വിജയിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ താരതമ്യേന മുസ്ലിം ലീഗിന് മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ള ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അമ്പലപ്പുഴയാണ്. ഈ ചാരുമൂട് ഭാഗത്തൊക്കെയും ഇങ്ങനെ കോൺഗ്രസും ലീഗും തമ്മിലൊരു മത്സരം എന്നുള്ള സാഹചര്യം പഞ്ചായത്തുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണത് മൊത്തത്തിൽ ഈ പ്രാദേശിക നേതൃത്വം പലയിടത്തും കോൺഗ്രസ് ലീഗിനെ അങ്ങനെ മാറ്റി വെക്കുന്ന സാഹചര്യമാണ്? ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതുണ്ട്, അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് അവസാനം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എവിടെയും മുന്നണി വിട്ട് മത്സരിക്കണമെന്നുള്ള ഒരു വ്യഗ്രതയും മുസ്ലിം ലീഗിനില്ല. പക്ഷേ ശരിക്കും നിർബന്ധിത സാഹചര്യത്തിൽ വന്നു പോയ ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട നിലയിൽ ചിലപ്പോൾ നമുക്ക് മത്സരിക്കേണ്ടി വന്നേക്കാം പ്രാദേശികമായിട്ട്. പുന്നപ്രയിൽ എന്തുകൊണ്ടാണ് മാറാനുള്ള സാഹചര്യം ഉണ്ടായത്? പുന്നപ്രയിൽ നമ്മൾ ചോദിച്ചതല്ലാതെ മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ അമ്പലപ്പുഴ. അതുകൊണ്ടാണ് ഇപ്പോഴും പുന്നപ്ര തരാൻ അവർ തയ്യാറാണെന്നാണ്. അത് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല. അതാ പ്രശ്നം, ചർച്ച ചെയ്തിട്ടില്ല. ലീഗ് പുന്നപ്ര വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വേണമെന്നും വേണ്ടെന്നും പറഞ്ഞില്ല. നേരത്തെ തന്നപ്പോൾ ഞങ്ങൾക്ക് നേരത്തെയുള്ള സാഹചര്യത്തിൽ പറ്റില്ല നിങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സീറ്റ് എന്ന നിലക്ക് അമ്പലപ്പുഴ ഞങ്ങൾക്ക് ആവശ്യം. കൃത്യമായ മുന്നണി ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നില്ല. ഫലപ്രദമായ ചർച്ചകൾ നടന്നിരുന്നില്ല പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ. ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇനി ഒരു അനുനയ നീക്കത്തിനുള്ള സാധ്യതയുണ്ടോ? ഈ മണിക്കൂറുകൾ മാത്രം പറയാൻ കഴിയില്ല. ഞങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയമായി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്.